എന്റെ പ്രിയരെ, എന്റെ പേര് തോമസ് മാത്യു, LICയുടെ ഇൻഷുറൻസ് അഡ്വൈസർ ആണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് LICയുടെ പോളിസി റിവൈവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ് കൂടി റിവൈവ് ചെയ്യാമെന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം LICയുടെ സ്പോട്ട് റിവൈവൽ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. LIC പോളിസി പുതുക്കാനായിട്ട് നിങ്ങൾ 5 വർഷം LICയുടെ പ്രീമിയം അടച്ചു. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ വർഷത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് LICയുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് റിവ്യൂവിൽ LICയുടെ പോളിസി പുതുക്കി തരും. LIC പറയും നിങ്ങൾക്ക് ഒരു പേപ്പേഴ്സും വേണ്ട, നിങ്ങൾ LICയുടെ കൗണ്ടറിൽ പൈസ മാത്രം തന്നാൽ മതി എന്ന് പറയും. അപ്പം അത് 6 വർഷം കഴിഞ്ഞു പോയെങ്കിൽ ആണ് LICയുടെ പോളിസി പുതുക്കാനായിട്ട് വേറെ പേപ്പേഴ്സ് ഒക്കെ ആവശ്യപ്പെടുന്നത്. അതിന് ഫസ്റ്റ് അവർ LIC ആവശ്യപ്പെടുന്ന ഫോം HD ഫോം, ഹെൽത്ത് ഡിക്ലറേഷൻ ഒരു ഫോമാണ്. ഞാൻ ആ ഫോം ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, പോളിസി റിവൈവലിന് LIC ചോദിക്കുന്ന ഈ ഫോമിന്റെ ഡീറ്റെയിൽസ് ആണ്. ഒന്ന്, LICയുടെ ഡിവിഷൻ ഓഫീസിന്റെ പേര് LIC ചോദിക്കുന്നുണ്ട്. 2, ഏജന്റിന്റെ നെയിം നിങ്ങൾക്ക് എഴുതാം. ഏജൻസി കോഡ് നമ്പർ LIC ചോദിക്കുന്നുണ്ട്, ഏജന്റിന്റെ കോഡ്. ബ്രാഞ്ച് ഓഫീസ് ഏതാണ്, ഏത് ബ്രാഞ്ചിലാണ് ഈ പോളിസി ചേർന്ന അത് ചോദിക്കുന്നുണ്ട്. പോളിസി നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഈ കളത്തിൽ എഴുതണം. ഫുൾ നെയിം ഓഫ് അഷ്വേർഡ്, പോളിസി ഹോൾഡറുടെ പേര് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോളിസി എടുത്തേക്കുന്ന ആളുടെ അഡ്രസ് ആണ് അടുത്തത് LIC ചോദിക്കുന്നത്. പിന്നെ ഇമെയിൽ ID LIC ചോദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രസന്റ് ഒക്യുപ്പേഷൻ എന്താണെന്ന് LIC ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കോളം എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇതിനകത്ത് കൂടുതലും നോ എന്ന് ഇട്ട് വരാനുള്ളതാണ്. ഈ കംപ്ലീറ്റ് കാര്യങ്ങളും നോയാണ് ഇടാനുള്ളത്. പിന്നെ ഇതിനിടയ്ക്ക് വൺ കാൻഡിഡേറ്റ് യൂഷ്വൽ ഗുഡ് ഹെൽത്ത് അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിനകത്ത് അവിടെ നമ്മൾ എഴുതേണ്ടത് ഗുഡ് എന്ന് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ഓരോ കോളത്തിലും LIC ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നോ എന്ന്. നിങ്ങൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നോ എന്ന് എഴുതി വിടരുത്. പിന്നെ ഹൈറ്റ് ചോദിക്കുന്നുണ്ട്. അടുത്ത കോളം ഹൈറ്റ് വെയിറ്റ് LIC ചോദിക്കുന്നുണ്ട്. ഹൈറ്റും വെയിറ്റും എഴുതി കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോളിസികൾ ഉണ്ടെങ്കിൽ LIC പോളിസി നമ്പർ ചോദിക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫീസ് അതെന്നും പോളിസി നമ്പർ അതെന്നും പേർന്ന പ്ലാൻ ആൻഡ് ടൈം അതാണ് എന്നും പോളിസി എടുത്തതിന്റെ മുഖവില എത്രയാണെന്നും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ LIC ചോദിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. പിന്നെ അടുത്ത കോളത്തില് ഫീമെയിലാണ് LIC കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗർഭിണിയാണോ, ഏറ്റവും അവസാനത്തെ ഡെലിവറി ഡേറ്റ് ഒക്കെ ഡേറ്റ് ഒക്കെ LIC ചോദിക്കുന്നുണ്ട്. അത് ഫീമെയിൽ ആണെങ്കിൽ മാത്രമേ ആ കോളം ഫില്ല് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ LIC നമ്മുടെ പേര് എഴുതി കൊടുക്കാനുണ്ട്. ഫുൾ അതിൽ കളത്തിൽ പേര് എഴുതി കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഡേറ്റ് ചോദിക്കുന്നത്, നമ്മൾ ഏത് ഡേറ്റ് ആണോ നമ്മൾ പുതുക്കേണ്ടത് ആ ഡേറ്റ് എഴുതി കൊടുക്കാൻ LIC പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ LIC ഒരു വിറ്റ്നസിനെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഏജന്റ് ആണ് സാധാരണ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വെച്ചോണ്ട് ഏജന്റ് ആ സമയത്ത് ഇല്ലെങ്കിലും വീട്ടിൽ ആരെങ്കിലും പേരും അഡ്രസ്സും ഇടിച്ചോണ്ട് പോയാലും മതി. അതോടൊപ്പം തന്നെ പോളിസി ഹോൾഡറുടെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. ഈ സിഗ്നേച്ചർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പോളിസി നമുക്ക് HD ഫോം വെച്ച് നമുക്ക് പുതുക്കാവുന്നതാണ്. ഈ HD ഫോം പോരാ എന്നുണ്ടെങ്കിൽ LIC പറയും നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ ഈ HD ഫോം വേണം, ആധാർ കാർഡിന്റെ കോപ്പി വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഡോക്ടറോട് ചെന്ന് പറയും. LICയുടെ എല്ലാ ഏരിയയിലും ഇങ്ങനെ ഓതറൈസ്ഡ് LICക്ക് ഒരു ഡോക്ടർമാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയി ഈ HD ഫോം വേണം, ആധാറിന്റെ കോപ്പി വേണം, ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ എഴുതി തരും. ചെറിയ ഫീസോടെ നിങ്ങൾ അവിടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോംസും കൂടെ LIC ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് LIC ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പുതുക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നും കൂടാതെ വലിയ പോളിസികളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ECG, FES, RVA കുറെ ടെസ്റ്റുകൾ കുറെ കാര്യങ്ങളൊക്കെ LIC ചോദിക്കാൻ സാധ്യതയുണ്ട് വലിയ പോളിസികൾക്ക് മാത്രം. അപ്പൊ ഇത് ഡോക്ടറെ കണ്ടിട്ട് ഇത് എടുത്തു കൊടുക്കേണ്ടി വരും. ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യമുള്ളൂ LICയുടെ പോളിസി നിങ്ങൾക്ക് പുതുക്കി എടുക്കാനായിട്ട്. പിന്നെ LIC നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ അടയ്ക്കാനായിട്ട് പണമില്ലാതെ നിങ്ങൾക്ക് പോളിസി പുതുക്കണമെന്ന് തോന്നി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം LIC ഓഫീസ് ചോദിക്കുക. ലോൺ കം റിവൈവൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അടയ്ക്കാതെ അവിടെ നിന്ന് തന്നെ LICയിൽ നിന്ന് തന്നെ ലോൺ മേടിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് പുതുക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അങ്ങനെ പുതുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് അടച്ചാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള സമയത്ത് ഈ ലോൺ ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ വീണ്ടും പോളിസി പോളിസിലാവും. അതോടൊപ്പം തന്നെ SP കം റിവൈവൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് LICക്ക്. അതായത് മണി ബാങ്ക് പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മണി ബാങ്ക് എല്ലാ 5 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമല്ലോ. ഇപ്പൊ 3.5 വർഷം 4 വർഷം നിങ്ങൾ പ്രീമിയം അടച്ചു, പോളിസി മുടങ്ങിപ്പോയി. 5ാമത്തെ വർഷം നിങ്ങൾക്ക് മണി ബാങ്ക് കിട്ടുന്നതിന് മുമ്പ് മുടങ്ങിപ്പോയി. അപ്പം ഈ പൈസ SP ക്കും റിവൈവലിലേക്ക് LIC വരെ വെച്ചിട്ട് ബാക്കി എത്രയാണോ നിങ്ങൾക്ക് തരാനുള്ള പൈസ
ആ പൈസ ബാലൻസ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുടിശ്ശിക ഫുള്ളായിട്ട് തീരുകയും ചെയ്യും, നിങ്ങളുടെ പോളിസി ഇൻ ഫോഴ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.